ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവം സന്തോഷകരമായ 39 ദിവസം പൂർത്തിയാവുകയാണ്. ഒട്ടനവധി ഭക്തജനങ്ങൾ ഇവിടേക്ക് കടന്നു വരികയും ഭഗവാന്റെ ദർശനം പൂർത്തിയാക്കി സംതൃപ്തിയോടുകൂടി മലയിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഏതാണ്ട് 1,06,000-ത്തിലധികം ആളുകൾ ഇവിടെ എത്തി. ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നത്. എന്നിട്ടും നന്നായി യാതൊരു അലോസരവുമില്ലാതെ ഭഗവാനെ കണ്ട് ദർശനം പൂർത്തിയാക്കി മലയിറങ്ങുവാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ കാണുകയാണ്. അതിന് എല്ലാവരുടെയും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി, കേരളത്തിലെ വകുപ്പ് മന്ത്രിമാർ, ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിമാർ, മറ്റ് സാമൂഹിക സാമുദായിക സംഘടനകൾ, മാധ്യമപ്രവർത്തകർ, എല്ലാവരുടെയും ഒരു കൂട്ടായ ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിന് സാധ്യമായതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് തുടർന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിലെ മണ്ഡലകാലം 26-ന് അവസാനിക്കുകയാണ്. തങ്കയങ്കി ഘോഷയാത്ര നിങ്ങൾക്കെല്ലാം അറിവുള്ളതുപോലെ 22-ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചു. 74 ക്ഷേത്രങ്ങൾ, പമ്പയിൽ വരെ എത്തുമ്പോൾ 74 ക്ഷേത്രങ്ങൾ, 74 ക്ഷേത്രങ്ങളിൽ കൂടി ആയിരക്കണക്കിന് വിശ്വാസികളുടെയും ഭക്തജനങ്ങളുടെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് വരുന്നത്. പമ്പയിൽ 25-ന് 1 മണിക്ക് 1 മണിക്ക് പമ്പയിലെത്തും. അവിടെ ബഹുമാന്യനായ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ ആ തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിക്കും. അതിനുശേഷം 6:30 മണിക്ക് നമ്മുടെ കൊടിമര ചോട്ടിൽ വെച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും മറ്റ് ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരും പോലീസിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ അതിനെ സ്വീകരിക്കും. 6:30 മണിക്ക് തങ്കയങ്കി ചാർത്തി കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിൽ ദീപാരാധന നടക്കും. അന്ന് 11 മണിക്കാണ് ഹരിവരാസനം. പിറ്റേന്ന് രാവിലെ 26-ന് ഉച്ചയ്ക്ക് 12-നും 12:30-ക്കുമുള്ള മുഹൂർത്തത്തിലാണ് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ നടക്കുന്നത്. പക്ഷേ 26-ാം തീയതി നെയ്യഭിഷേകത്തിനൊന്നും തടസ്സമുണ്ടാവില്ല. കൃത്യമായി നെയ്യഭിഷേകം 26-ാം തീയതി നമ്മൾ മറ്റു മുൻ ദിവസങ്ങളിലെ പോലെ തന്നെ കൃത്യമായി നടക്കും. അന്ന് രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടുകൂടി ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്തെ മണ്ഡല പൂജകൾ പരിസമാപ്തിയിലേക്ക് എത്തും. പിന്നെ ജനുവരി 14-നാണ് മകരവിളക്ക് മഹോത്സവം. ഡിസംബർ 30-ന് ഈ മണ്ഡലപൂജയ്ക്ക് ശേഷം ഡിസംബർ 30-ന് 5 മണിക്ക് നട തുറക്കും. 5 മണി, അത് 4 മണി വേണോ 5 മണി വേണോ എന്നുള്ളത് നമ്മൾ തന്ത്രിയുമായിട്ടും കൂടി ആലോചിച്ച് ഞങ്ങൾ തീരുമാനിക്കും. മറ്റു കാര്യങ്ങൾ നന്നായി നടന്നു പോകുന്നു. നാളെ 25 വെർച്വൽ ക്യൂ 50,000-ആയി നമ്മൾ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. 26-ന് 60,000-ആണ്. പക്ഷെ ഇന്നലെ കോടതിയുടെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് സ്പോട്ട് ബുക്കിംഗ് 5,000-ആക്കി പരിമിതപ്പെടുത്തണമെന്നുള്ള കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നു. ഇന്നലെ കോടതിയുടെ നിർദ്ദേശം 5,000 ആക്കണമെന്നുകൂടി നിർദ്ദേശം വന്നിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും പറയുവാനുള്ളത്. പിന്നെ പമ്പാ സംഗമം ഒരു ഇടവേളയ്ക്ക് ശേഷം 2018 തോന്നുന്നില്ല, 2018-ന് ശേഷം, അതായത് പ്രളയത്തിന് ശേഷം, നമുക്ക് കോവിഡിന് ശേഷം പമ്പാ സംഗമം നടത്തിയിരുന്നില്ല. അതൊരു വീണ്ടും ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളൊന്ന് തുടങ്ങുകയാണ്. പമ്പാ സംഗമം ഇടവേളയ്ക്ക് അതിന് മുമ്പ് 3 ദിവസമാണ് സംഘടിപ്പിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഞങ്ങളൊന്ന് തുടങ്ങി വയ്ക്കുകയാണ്. ജനുവരി 12 2 മണി മുതൽ പമ്പാ സംഗമം ആരംഭിക്കും. 4 മണിക്കാണ് അതിൻ്റെ ഉദ്ഘാടനം. ആ സാംസ്കാരിക സന്ധ്യയുടെ പമ്പാ സംഗമത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാന്യനായ ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് നിർവഹിക്കുന്നത്. വിശിഷ്ടാതിഥിയായി പത്മശ്രീ ജയറാം പങ്കെടുക്കും. മറ്റ് വിശിഷ്ടാതിഥികളായി ശ്രീ വയലാർ ശരത്ചന്ദ്രവർമ്മ, കാവാലം ശ്രീകുമാർ, ചേർത്തല ജയൻ, പ്രൊഫസർ OG ഉലീന, ഡോക്ടർ ആനന്ദ സുബ്രഹ്മണ്യം, പ്രഭാഷകനും മോട്ടിവേറ്ററുമായ
ഇവർ ഇത്രയും പേര് പങ്കെടുക്കാമെന്ന് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്.